അരവിന്ദ് ചോദിക്കാണ്, അല്ല ബ്രോ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ആനന്ദ് പറയാണ്, വേണ്ട, നീ ഇവിടെ നിന്നാ മതി, കാറിന്റെ കീയും താ. അരവിന്ദ് ചോദിക്കുകയാണ്, അല്ല അമ്മയും അച്ഛനും അറിഞ്ഞില്ലേ? നന്ദന പറയുകയാണ്, അറിഞ്ഞു, ഇപ്പോഴാണ് റൂമിലേക്ക് പോയത്. അതെ, നിന്നെ അങ്കിൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ചെല്ലുന്നും പറഞ്ഞ് നന്ദനെ പറഞ്ഞു വിടുകയാണ് അരവിന്ദ്. അരവിന്ദ് സുജാതയോട് ചോദിക്കുകയാണ്, അല്ല സുജാത ചേച്ചി, ഇന്ന് കല്യാണിയെ കണ്ടതേ ഇല്ലേ? ഇല്ല സാർ, ഞാൻ വരുമ്പോൾ കല്യാണി ഇവിടെ ഇല്ലായിരുന്നു. അല്ല, ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ? അതിനുശേഷം വീണ്ടും ഫോൺ ചെയ്യുകയാണ് അരവിന്ദ്. അതെ സുബർണ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. കല്യാണിയെ ഇവിടെങ്ങും കാണുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് വിലാസിനെ പ്രിയങ്കയെ ഫോൺ വിളിക്കുകയാണ്. ഹലോ പറയൂന്ന് പ്രിയങ്ക പറയുമ്പോൾ വിലാസിനി പറയാണ്, അതെ, പറയാനൊന്നുമില്ല, അറിയാനേ ഉള്ളൂ. എന്താ ആന്റി, സത്യം പറ, നീ അവളെ തട്ടിക്കൊണ്ടുപോയോ അതോ കൊന്നുകളഞ്ഞോ? ആരെ എന്ന് ചോദിക്കുകയാണ് പ്രിയങ്ക. ആരുടെ കാര്യമാണ് ആന്റി പറയുന്നത്? കല്യാണിയുടെ കാര്യം. കല്യാണിയുടെ കാര്യമോ? കല്യാണിക്ക് എന്തു പറ്റി? അയ്യോ, ഇന്ന് രാവിലെ മുതൽ കല്യാണിയെ കാണാനില്ല. കല്യാണിയെ കാണാനില്ലെന്നോ? അതെ, കല്യാണിയെ കാണാനില്ലാഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സംശയിച്ചത് നിന്നെ തന്നെയാണ്. അതെ, നിന്റെ കൈകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന്? ഇല്ല ആന്റി, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ആന്റിയോട് പറയുമായിരുന്നല്ലോ. ഓ പിന്നെ, അതൊക്കെ അങ്ങ് പണ്ട്. അഖിലാണ്ടേശ്വരിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അത് നീ എന്നെ അറിയിച്ചായിരുന്നോ? ദേ പ്രിയങ്കെ, നീ എന്നോട് വിളവറക്കരുത്. നീ അവളെ കൊല്ലുകയോ തിന്നുകയോ എന്ത് വേണമോ ചെയ്തോ, പക്ഷെ എനിക്കത് അറിയണം. ആന്റി, ഇനി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന മനപ്രയാസത്തിൽ അവൾ വല്ല ആറ്റിലോ കടലിലോ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഏയ്, അവൾ അതൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നവളാണെങ്കിൽ ഭർത്താവിന് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടെത്തുമായിരുന്നില്ലല്ലോ. ഇത് എന്നെക്കാളുമേറെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. പറയ്, നീ അവളെ എന്ത് ചെയ്തു? ഉച്ചമ്പരത്തിന് പുറത്ത് എല്ലാവരും വിളറിക്കൊണ്ട് നിൽക്കുകയാണ്. കല്യാണിയെ കാണാതെ നീ പറ, കല്യാണിയെ നീ എന്ത് ചെയ്തു? ആന്റി, അവള് വല്ല സത്രവും നോക്കി പോയതായിരിക്കും. ആനന്ദിന്റെ കല്യാണം കഴിയുമ്പോൾ ശേഷിച്ച ജീവിതം ജീവിച്ചു തീർക്കാൻ. ആന്റി എന്റെ അടുത്ത് സംസാരിച്ച് സമയം കളയാതെ അവിടെ എന്താണ് നടക്കുന്നതെന്നൊന്ന് തിരക്കി വെക്ക്. മതി, എനിക്കിത് കേട്ടാൽ മതി. അപ്പോ കല്യാണിയെ കാണാതായതിന്റെ പിന്നിൽ നീ അല്ലല്ലോ? ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് വിലാസിനെ. സുജാത വീണ്ടും കല്യാണിയെ ഫോൺ ചെയ്യുകയാണ്, പക്ഷേ കിട്ടുന്നില്ല. അന്നേരം അരവിന്ദിന്റെ ഫോൺ അടിക്കുകയാണ്. ഫോൺ എടുത്ത ശേഷം അരവിന്ദ് പറയുകയാണ്, ആ സുബ്രഹ്മണ്യ ഇതുവരെ എത്തിയിട്ടില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ബ്രോ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. എങ്ങനെ സമാധാനിക്കണമെന്നാണ് സുബ്രഹ്മണ്യം പറയുന്നത്? ഇവിടെ നടക്കുന്ന നാടകങ്ങളെല്ലാം അറിയാമല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ സമാധാനിക്കും? ശരി ശരി, ഞാൻ വിളിച്ചേക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അരവിന്ദ്. ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുന്ന സുജാത പറയുകയാണ്, സാർ, കല്യാണി ഫോൺ കട്ട് ചെയ്യുകയാണ്. അവിടേക്ക് വന്ന വിലാസിനി പറയുകയാണ്, രാവിലെ മുതൽ നിങ്ങൾ എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കാതിരിക്കണമെങ്കിൽ ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. ആനന്ദിനെ അവൾക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിൽ അവളെ വഴക്ക് പറയുകയോ തല്ലിയോ മറ്റോ ചെയ്തോ? ഇത് കേട്ട് ദേഷ്യപ്പെട്ട് വിലാസിനിയെ നോക്കുകയാണ് അരവിന്ദ്. അത് കണ്ട വിലാസിനി പറയാണ്, അയ്യോ അരവിന്ദ്, ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അവൾ ഇനി പോയി വല്ല തൂങ്ങിച്ചാവുകയോ ട്രെയിനിന് തലവെക്കുകയോ ചെയ്താൽ അവൻ പോയി ഇനി ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരില്ലേ? അന്നേരം റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അഖിലാണ്ടേശ്വരി. അരവിന്ദിനോട് അഖില ചോദിക്കുകയാണ്, എന്തായി, കല്യാണിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നാരായണൻ പറയുകയാണ്, ഇതുവരെ ഒരു വിവരവും ഇല്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്യുന്നുമുണ്ട്. പോലീസിൽ വിവരമറിയിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. അന്നേരം അവിടേക്ക് ഓട്ടോയിൽ എത്തുകയാണ് കല്യാണി. കല്യാണിയെ കണ്ട് ചിരിച്ചുകൊണ്ട് വിലാസിനി പറയാണ്, ആ ദേ എത്തിയല്ലോ. കല്യാണിയെ കണ്ട് അഖില ചോദിക്കുകയാണ്, കല്യാണി, നീ എവിടെയായിരുന്നു ഇതുവരെ? അത് എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു, 51 തേങ്ങ ഉടയ്ക്കണമെന്ന്. അതിന് പോയതാണ്. ദേഷ്യപ്പെട്ട് അരവിന്ദ് പറയുകയാണ്, തേങ്ങ ഉടയ്ക്കാൻ പറ്റിയ സമയമാണല്ലോ. ഓ, ഈ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടത്തിത്തരണം എന്ന പ്രാർത്ഥനയിലായിരിക്കും. വിലാസിനി പറയാണ്, പഴവങ്ങാടി ഗണപതിക്കാണ് തേങ്ങ ഉടച്ചതെങ്കിൽ അതിന് ഫലം കണ്ടിരിക്കും. ഷോ, പാവം കല്യാണി, രാവിലെ ഉറക്കം പോലും കളഞ്ഞ് പോയി നേർച്ച നടത്തിയതല്ലേ ഈശ്വരാ, ഫലം കാണിച്ചു കൊടുക്കണേ. അരവിന്ദ് പറയാണ്, കല്യാണി, ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയാമോ? കല്യാണിക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? അതോ കല്യാണിയുടെ തന്നെ ഇഷ്ടത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് തുള്ളണമെന്നാണോ? നാരായണൻ പറയുകയാണ്, കുറച്ചു നേരമായിട്ടേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ എത്ര വിഷമിച്ചു എന്നറിയാമോ കല്യാണി? മറ്റുള്ളവരുടെ നെഞ്ചരിച്ചിൽ കാണുമ്പോൾ വേദനിച്ചിരുന്ന കല്യാണിയൊക്കെ പോയങ്കിളെ. ബ്രോ കല്യാണി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു തരത്തിലും ആ മനുഷ്യന് മനസ്സമാധാനം കൊടുക്കില്ല എന്ന് തന്നെയാണല്ലേ? ഒന്നും പറയുന്നില്ല. എന്തായാലും ആളിവിടെ ജീവനോട് തിരിച്ചെത്തിയെന്ന് വിളിച്ചു പറയാമെന്നും പറഞ്ഞ് ആനന്ദിന് ഫോൺ ചെയ്യുകയാണ് അരവിന്ദ്. ആ മനുഷ്യന് ഒരു സ്വസ്ഥയും കൊടുക്കില്ല എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അരവിന്ദ്. മാഡം, പ്രസാദമെന്ന് പറഞ്ഞ് പ്രസാദം അഖിലാണ്ടേശ്വരിക്ക് നീട്ടുകയാണ് കല്യാണി. ഒരക്ഷരം മിണ്ടാതെ പ്രസാദം തൊട്ട ശേഷം അഖിലാണ്ടേശ്വരി അകത്തേക്ക് പോവുകയാണ്. വാ കല്യാണി എന്ന് പറഞ്ഞ് സുജാത കല്യാണിയെ വിളിച്ച് അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആനന്ദിനെയാണ്. അപ്പോഴേക്കും നന്ദനയും അരവിന്ദും വരികയാണ്. എവിടെ, ബ്രോയെ കാണുന്നില്ലല്ലോ? ഇവിടെയുണ്ടെന്ന് നന്ദന പറയുമ്പോൾ രണ്ടുപേരും കൂടി ആനന്ദിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താ ബ്രോ ഇത്, ഇങ്ങനെ നിന്നാല് നമുക്ക് എന്തെങ്കിലും ഒരു മറുവഴി കണ്ടെത്തണ്ടേ? എന്ത് വഴിയാ അരവിന്ദ്? ഞാനൊരു വഴിയും കാണുന്നില്ല. എല്ലാം കൊണ്ടും ഞാൻ നിസ്സഹായനാണ്.
നന്ദന പറയുകയാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല ആനന്ദ്, നമുക്ക് എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തിയേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് എന്റെ മുന്നിൽ ഒരു വഴിയും തെളിയുന്നില്ല. കല്യാണിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അവൾ ഈ ത്യാഗത്തിന് തയ്യാറാകുന്നത് നമ്മുടെ അച്ഛന്റെ ജീവന് വേണ്ടിയല്ലേ? എന്റെ ബ്രോ, അച്ഛന്റെ ജീവന് ഒരാപത്തും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണ്. അരവിന്ദ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ മുത്തശ്ശനാണ്. അരവിന്ദ് പറയുകയാണ്, അതെ, മുത്തശ്ശനോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട് എന്ന് വെച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ എനിക്കല്പം പ്രയാസമുണ്ട്. ഇപ്പോ എന്റെ വിവരക്കേടായിരിക്കാം. ഇത് കേട്ട ആനന്ദ് പറയുകയാണ്, ഞാൻ കല്യാണിയെ സ്നേഹിക്കരുതായിരുന്നു അരവിന്ദ്. അവളെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഇത്ര വലിയ മഹാ അപരാധമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുമില്ല. ബ്രോ എന്തായതെന്നും പറഞ്ഞ് ആനന്ദിനെ ആശ്വസിപ്പിക്കുകയാണ് അരവിന്ദ്. അവളെ എനിക്ക് അത്ര വലിയ ഇഷ്ടമാണ്, അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ പറയാണ്, ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതുമൊക്കെ ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. അത് ലോകത്തിന്റെ ആരംഭം മുതലേ ഉള്ളതാണ്. പക്ഷേ ഈ തൃച്ചംബരത്ത് കുറെ ആചാരങ്ങളുണ്ട്, അതാണ് പ്രശ്നമായത്. അരവിന്ദ് പറയാണ്, ഇത് ആചാരമല്ല അനാചാരമാണെന്ന് ഞാൻ പറയും. മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അനാചാരങ്ങൾ അല്ല പിന്നെ. ആനന്ദ് പറയാണ്, ഏതായാലും കല്യാണിയെ ഞാൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ആ നിമിഷം മുതൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റാണ്. അതിതേവരെ കെട്ടടങ്ങിയിട്ടില്ല, അതിപ്പോഴും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ തമ്മിൽ വേർപെടുത്തി അടങ്ങൂ എന്നുള്ള വാശിയിലാണ് വിധി. എന്ത് ദുരന്തം ഉണ്ടായാലും പഴിചാരാൻ വിധി എന്ന രണ്ടക്ഷരം ഉണ്ടല്ലോ. പക്ഷേ കല്യാണിയെ എന്റെ ഹൃദയത്തിൽ നിന്നും അടർത്തി മാറ്റാൻ എനിക്കാവുന്നില്ല. ഞാൻ കല്യാണിയെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ ആ നിമിഷം മുതൽ ഇന്നേ വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ അച്ഛൻ. ഒരിക്കലും സ്നേഹിച്ചു തീരാത്ത നമ്മുടെ അച്ഛൻ, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ അച്ഛൻ. ആ അച്ഛന്റെ പ്രാണനാണോ എനിക്ക് വലുത്, അതോ കല്യാണിയോടൊപ്പമുള്ള ജീവിതമോ? ഞാൻ ഇതുപോലെ ധർമ്മസങ്കടത്തിൽപ്പെട്ട ഒരനുഭവമോ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനാകെ പതറിപ്പോയി ദിക്കറിയാതെ നിൽക്കുകയാണ് അരവിന്ദ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ സങ്കടത്തോടെ പറയുകയാണ് ആനന്ദ്. എന്റെ ബ്രോ, അച്ഛന്റെ പ്രാണന് ഒന്നും സംഭവിക്കില്ല, അത് ഞാൻ തറപ്പിച്ചു പറയുകയാണ്. ബ്രോ, അസുഖത്തിന് മരുന്നാണ് കഴിക്കേണ്ടത്, അല്ലാതെ മന്ത്രവും ജ്യോത്സ്യവും ഒന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം, ബ്രോയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണവും ഇവിടെ നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കുന്നതുമില്ല. ഇത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് അരവിന്ദ്. അരവിന്ദ് എന്ന് ആനന്ദ് വിളിക്കുന്നെങ്കിലും അരവിന്ദ് കേൾക്കുന്നില്ല. നന്ദനയോട് ആനന്ദ് പറയണം, നന്ദന ചെന്നവനെ അനുനയിപ്പിക്കുക, അവൻ എന്തിനുള്ള പുറപ്പാടാന്നറിയില്ല, ചെല്ല് എന്ന് പറഞ്ഞ് നന്ദനയെ പറഞ്ഞയക്കുകയാണ് ആനന്ദ്. പിന്നീട് കാണിക്കുന്നത് അരവിന്ദിന്റെ പുറകെ നന്ദന അരവിന്ദ് അരവിന്ദ് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അരവിന്ദ് നിൽക്ക്. അരവിന്ദ് എവിടെ പോവുകയാണ്? ഒരു കാര്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. എവിടെ പോകുക? അരവിന്ദ് എന്നും പറഞ്ഞ് വീണ്ടും അരവിന്ദിന്റെ പുറകെ പോവുകയാണ് നന്ദന. അരവിന്ദ് നിൽക്കെന്നും പറഞ്ഞ് അരവിന്ദിനെ പിടിച്ചു നിർത്തുകയാണ് നന്ദന. രാവിലെ ഡ്രസ് ചെയ്ത് ഇത്ര സ്പീഡിൽ ഇത് എങ്ങോട്ടത്തേക്കാണ്? എന്ത് ചെയ്യാനാണ് ഈ പോകുന്നത്? ആരെ കാണാനാണ് ഈ പോകുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം, പോരാ, എനിക്ക് ഇപ്പൊ അറിയണം, എന്നിട്ടേ ഞാൻ നിന്നെ പുറത്തേക്ക് വിടൂ. എന്തൊരു കഷ്ടമെന്നും പറഞ്ഞ് അരവിന്ദ് നിൽക്കുമ്പോൾ വീണ്ടും നന്ദന പറയാണ്, പറയ്, എങ്ങോട്ടത്തേക്കാണ് ഈ പോകുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താണെന്നറിഞ്ഞാൽ നീ എന്നെ തടയരുത്. ഉദ്ദേശം നല്ലതാണെങ്കിൽ ഞാൻ തടയില്ല, നല്ലതല്ലെങ്കിൽ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് തടയേണ്ടി വരും. ഞാനൊരാളെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. വാട്ട്, കിഡ്നാപ്പ് ചെയ്യാനോ? ആരെ? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്നു മുതലാണ് ഈ ഗുണ്ടാപ്പണി തുടങ്ങിയത്? എടി പതുക്കെ പറയ്. ഗുണ്ടാപ്പണി ചെയ്യാനല്ല, ചെയ്യിപ്പിക്കാനാണ് പോകുന്നത്. എടി, അവള് രാവിലെ എയർപോർട്ടിൽ വന്നിറങ്ങും. അവളെ കിഡ്നാപ്പ് ചെയ്യാനാണ് പോകുന്നത്. ദേഷ്യപ്പെട്ട നന്ദന ചോദിക്കുകയാണ്, അത് ആരെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പതുക്കെ ശബ്ദം താഴ്ത്തി അരവിന്ദ് പറയുകയാണ്, എടി വൈജയന്തിയെ, അവള് രാവിലെ ലാൻഡ് ചെയ്യുമെന്ന് കല്യാണി പറയുന്നത് ഞാൻ കേട്ടു. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറൊരു മാർഗം ഇല്ല. നീ ഇനി വെറുതെ എന്നെ തടയാൻ നിൽക്കണ്ട. തിരിച്ചുകൊണ്ട് നന്ദന പറയുകയാണ്, ഇല്ല, തടയില്ല. അരവിന്ദ് പറഞ്ഞത് ശരിയാണ്, ഇതല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. എന്തായാലും ധൈര്യപൂർവ്വം പോയിട്ട് വാ, സൂക്ഷിക്കണം. ഋഷി ഒരു പെണ്ണാണ്, പെണ്ണിനെ തൊട്ടാലോ നോക്കിയാലോ ഇപ്പോൾ വലിയ പുലിവാലാകുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നീ നേരിട്ട് ഇടപെടരുത്. ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി, ഓക്കെ? ശരി, ഞാൻ പോയിട്ട് വരാം. പിന്നെ ഞാൻ എവിടെ പോയിന്ന് അവിടെ ആരന്വേഷിച്ചാലും അത് മാത്രം പറയണ്ട. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന അഖിലയാണ്. അവിടേക്ക് ശിവരാമകൃഷ്ണൻ എത്തുകയാണ്. ശിവരാമകൃഷ്ണൻ വിളിക്കുകയാണ്, അഖില. പറയൂ കൃഷ്ണേട്ടാ. ഏത് പ്രതിസന്ധിയിലും നമുക്ക് കാവലും കരുതലുമായി നിന്ന നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ സാക്ഷി നിർത്തി ഞാനൊരു കാര്യം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. നീ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ആരംഭങ്ങൾക്കെല്ലാം അവസാനമുള്ളതുപോലെ ഓരോ മനുഷ്യജന്മത്തിനും ഒരവസാനമുണ്ട്. അത് ദൈവത്താൽ വിധിക്കപ്പെട്ട മനുഷ്യജീവിത കഥയാണ്. എനിക്ക് ദാനമായി ദൈവം തന്ന ഈ ജന്മത്തിനും ദൈവം തന്നെ ഒരന്ത്യം കുറിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കൂ. അഖില പറയുകയാണ്, അപ്പോൾ മനുഷ്യരുടെ ജാതകകാലങ്ങളിൽ ഓരോരോ ദശാസന്ധികൾ വരുമ്പോൾ അത് ദോഷമാണെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതോ? പരിഹാര കർമ്മങ്ങൾ ചെയ്യാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറരുത്. മകന്റെ കുടുംബജീവിതം തല്ലി തകർത്തുകൊണ്ടല്ല,
നിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്നർത്ഥം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ജീവൻ തരുന്നതും അത് തിരികെ എടുക്കുന്നതും ദൈവമാണെന്ന്. അലംഘനീയമായ ദൈവ തീരുമാനം. ആ തീരുമാനത്തെ മറ്റൊരു ശക്തിക്കും മാറ്റാനാകില്ല. കല്യാണിയും ആനന്ദും വിവാഹിതരാണ്. ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടിട്ടും അവർ അകലാതെ നിൽക്കുന്നവരാണ്. പരസ്പര വിശ്വാസത്തിന്റെ അടുപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് ബന്ധങ്ങളെ സുരക്ഷിതമായി നിലനിർത്തുന്നത്. അവർ തമ്മിലുള്ള ആഴമേറിയ ഹൃദയബന്ധം നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അവരെ തമ്മിൽ വേർപിരിക്കരുത്. അങ്ങനെ വേർപിരിച്ചാൽ ഒരു മഹാദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. അതുകൊണ്ട് വളരെ അപകടകരമായ ഈ തീരുമാനങ്ങൾ മാറ്റണം. മാറ്റിയേ പറ്റൂ. അഖില പറയുകയാണ്, ഈ തീരുമാനമെടുത്തത് ഞാനല്ല, കല്യാണിയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്ന കല്യാണിയും സുജാതയുമാണ്. സുജാത വിളിക്കുകയാണ്, കല്യാണി. എന്താ സുജാതേച്ചി? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ചേച്ചി പറയാ. കല്യാണി, നീ കാണിക്കുന്നതൊക്കെ വലിയ തെറ്റാണ്. ബുദ്ധിമോശമെന്ന് എനിക്കിതിനെ പറയാൻ പറ്റൂ. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നീ ചെയ്യാൻ പോകുന്നത്? സ്വന്തം ജീവനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്ന സാറാണ് ആനന്ദ് സാർ. ആ ജീവനെ മറന്ന് സ്നേഹം മറക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വരുന്നു? സ്വന്തം ഭർത്താവിന് മറ്റൊരു വിവാഹം ആലോചിക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യമാർ ഈ ഭൂലോകത്തുണ്ടോ? എന്താ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടും കല്യാണി പറയുകയാണ്, ജോലിക്കാരി ജോലിക്കാരിയുടെ പണി ചെയ്താൽ മതി. ഇക്കാര്യത്തിൽ എനിക്കാരുടെയും ഉപദേശം വേണ്ട. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് സുജാത. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.